ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇറ്റ്സ് മീ യുവർ നിർമ്മൽ ഫ്രം നിർമ്മൽ ടോക്സ് മ്യൂസിക് യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിൽ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് വീണ്ടും ആക്റ്റീവായിട്ട് വന്നതാണ്. പക്ഷേ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീണ്ടും വീഡിയോസ് ഒന്ന് എന്താ പറയുക പെൻഡിങ് ഇടേണ്ട വന്നു. പല വർക്കുകളും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പെട്ടെന്ന് എടുത്തൊരു കണ്ടൻ്റല്ല, കുറച്ച് നാളായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആ സമയം കിട്ടി, ഞാനൊരു വീഡിയോ എടുത്തു. അപ്പോൾ നമുക്ക് ഇന്ന് ആ കണ്ടൻറ്റിലേക്ക് കിടക്കാം. സോ ഞാനിങ്ങനൊരു ഇൻട്രോ ഒന്നും തരുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ നാളായിട്ട് പലതരം വീഡിയോസ് കാണുന്നുണ്ട്. അതായത് അവരുടെ ഓൾഡ് ലൈഫ് സ്റ്റൈലൊക്കെ, പഴയ ലൈഫ് സ്റ്റൈൽ റിഗ്രറ്റ് ചെയ്തിട്ട് പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നവർ വളരെ നല്ല കാര്യമാണ്. കാരണം പലരുടെയും ജീവിതത്തിൽ അവരുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ബാഡ് തിങ്സ്, പാപങ്ങളൊക്കെ ആയിരിക്കാം. സോ അതിൽ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നത് ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഒരു സെനാരിയോയെക്കുറിച്ച് പറയാം. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് സെനാരിയോ നമ്മൾ ഒരുപാട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ. സോ ഈ ഒരു സെനാരിയോയിൽ കൂടുതലും വന്നിരിക്കുന്നതൊക്കെ ഒന്നും തോന്നരുത് കേട്ടോ, രണ്ട് കൂട്ടരും ഉണ്ട്. എന്നാൽ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് കുറച്ച് സ്ത്രീകളാണ്. ഓക്കെ, അപ്പോൾ അവർ, ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്ത്രീകളും പുരുഷന്മാരും ഈ ഒരു ടൈപ്പ് ഓഫ് സെനാരിയോ കടന്നു പോകുന്നവരാണ്. ഞാൻ കണ്ട കുറച്ച് മജോറിറ്റിയും സ്ത്രീകളായിരുന്നു ഇങ്ങനെ ഒരു രീതിയിൽ വീഡിയോ ഇട്ടത്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു പുരുഷന്മാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു കാലത്തൊക്കെ കുറച്ച് വർഷങ്ങൾക്കല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഓൺലി ഫാൻസ് എന്താണെന്ന് അറിയില്ല, ഞാൻ പിന്നെ ബ്രീഫായിട്ടൊന്ന് പറയാം. യൂട്യൂബ് ഒക്കെ പോലെ ഒരു പ്ലാറ്റ്ഫോം, അത്രയ്ക്ക് വൈഡ് അങ്ങനെ കാര്യങ്ങളായിട്ട് കണ്ടൻസൊന്നുമില്ല, ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ഉണ്ട്. കണ്ടൻറ് ക്രിയേറ്ററിന് അക്കൗണ്ട് തുടങ്ങാം, ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം. അങ്ങനെ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റേഴ്സിന് അവരുടെ കണ്ടൻറ്റ്, അതായത് ഈ പബ്ലിക്കിന് ഒക്കെ, ആൾക്കാർക്ക് ഈ കണ്ടൻറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഒരു പേയ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, ആ പേയ്മെൻറ്റ് നമ്മൾ കണ്ടൻറ് ക്രിയേറ്ററാണ്, നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മളങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഫോട്ടോസൊക്കെ ആൾക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവർ നമുക്കൊരു പേയ്മെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. സോ അതിൽ കുറച്ച് ക്യാഷ് ഓൺലി ഫാൻസ്, കുറച്ച് ക്യാഷ് ഈ ക്രിയേറ്റേഴ്സിന്, അങ്ങനെ കൊണ്ടൊക്കെയാണ്. സോ ഈ ഓൺലി ഫാൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കൂടുതലും ഒക്കെ, ഓൺലി ഫാൻസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് തന്നെ നിങ്ങൾക്കറിയാം, കുറച്ച് അശ്ലീലമായിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള കണ്ടൻസ് എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഓരോരുത്തരും അവരുടെ ലൈഫിൽ അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ചോയ്സ് എടുക്കാം, അവർ ഇഷ്ട രീതിയിൽ അവർ പോകും. ഒരുപാട് ആളുകൾ ഓൺലി ഫാൻസിൽ അക്കൗണ്ട് തുടങ്ങാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അവരുടെ ജീവിതമാണ്. സോ തുടങ്ങിയിട്ടുള്ളവരുണ്ട്, അവർ ചിലപ്പോൾ അവർ അശ്ലീലം ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം, അവരെ ഇന്ന് പേയ്മെൻറ്റ് ഉണ്ടാക്കും. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട് പറയുവാണ്, വീഡിയോ ഇടും. ഓക്കെ, അവരിപ്പോൾ പുതിയ ലൈഫ് സ്റ്റൈലാണ്, ഓക്കെ, പുതിയ ജീവിതം ജീവിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം, വളരെ മികച്ചൊരു കാര്യമാണ്. തെറ്റിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നന്മ ജീവിതത്തിലേക്ക് പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇവരൊക്കെ ഒരു സെയിം പാറ്റേൺ. ഓക്കെ, എന്നെ ഏറ്റവും അലർട്ട് ചെയ്ത ഒരു സെയിം പാറ്റേണാണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സെയിം പാറ്റേൺ. ഇങ്ങനത്തെ രീതിയിൽ ട്രാൻസ്ഫോം ആവുന്ന ഒരു ഭൂരിഭാഗം പേർക്കുള്ള ഒരു സെയിം പാറ്റേൺ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇങ്ങനെ നല്ല രീതിയിലേക്ക് പോകുന്ന വളരെ മികച്ച കാര്യമാണ്. ഓൺലി ഫാൻസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ അശ്ലീലം വിട്ട് ജീവിക്കുന്നതിൽ എത്രയോ മാന്യമായിട്ടുള്ള കാര്യമാണ് സാധാരണ രീതിയിൽ ജീവിക്കുന്നത്. സോ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യത്തുള്ളൂ, നല്ല രീതിക്ക് വരുന്നില്ല. പക്ഷേ ഈ സെയിം പാറ്റേൺ മീൻസ് അവരെല്ലാം ഓൺലി ഫാൻസ് തുടങ്ങുന്നു. അതിൽ നമ്മൾ ഓർക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന 2-3 ഫോട്ടോസ് ആയിരിക്കാമെന്നല്ലേ, കുറച്ച് ഹോട്ടായിട്ടുള്ള 2 ഫോട്ടോ. പക്ഷേ അല്ലല്ല, അതിനപ്പുറത്തുള്ള മറ്റേ വലിയ വലിയ കമ്പനികൾ പിടിക്കുന്ന കൂട്ട സാധനങ്ങളൊക്കെയാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞാൽ അവരുടെ ജീവിതം, അവരുടെ ചോയ്സസ്. ഓക്കെ, അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. ഒരു കൂട്ടം ആളുകൾ അത് ക്യാഷ് പേ ചെയ്ത് കാണുന്നു. ഓക്കെ, അങ്ങനെ അവർക്കൊരു നല്ല ഫാൻ ബേസ് വരുന്നു. സോ ദെൻ സഡൻലി അവരിതെല്ലാം റിഗ്രറ്റ് ചെയ്യുന്നു. നല്ല കാര്യം, റിഗ്രറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കൂടുതൽ റിഗ്രറ്റ് ചെയ്യണം, അത്ര നല്ലത്. സോ റിഗ്രറ്റ് ചെയ്യുന്നു, പുതിയ ലൈഫിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. സോ ആ ഒരു രീതിയിൽ അവർ പുതിയ ജീവിതത്തിലേക്ക് മാറുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന സെയിം പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മാറുന്നവരെല്ലാം റിലീജിയസ് ആവുകയാണ്. ഞാൻ ഒരു റിലീജിയസ് ഗായ് ആണ് എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ റിലീജിയനിലേക്കോ അല്ലെങ്കിൽ മറ്റ് റിലീജിയൻസിലേക്കോ ആൾക്കാർ പോകുന്ന എതിർക്കുക എന്നല്ല പറയുന്നത്. പക്ഷേ ഈ സെയിം പാറ്റേൺ, ഓക്കെ, റിലീജിയൻ വരുമ്പോഴത്തേക്ക് മാത്രമാണ് ഇവർ റിഗ്രറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു റിലീജിയൻ എതിരല്ല. ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഈ സെയിം പാറ്റേൺ, ഈ പാറ്റേണിൽ ഒന്നുകൂടി ഞാൻ കൂട്ടി പറയാം. ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ ഈ ഓൺലി ഫാൻസ് എന്നൊക്കെ പോലുള്ള, അല്ലെങ്കിൽ പോൺ അഡൾട്ട് ഇൻഡസ്ട്രി എന്നൊക്കെ മാറുന്നവരുടെയൊക്കെ ഒരു മെയിനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെല്ലാം കല്യാണം കഴിക്കുന്നത് റിലീജിയസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പാസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. പ്രീച്ചേഴ്സ്, പാസ്റ്റേഴ്സ് പോലുള്ളവരെ വിവാഹം കഴിച്ചാണ് പലരും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുമാറുന്നത്. സോ ഈ സെയിം പാറ്റേൺ ഞാൻ കാണുന്നുണ്ട്. ആ പാറ്റേൺ നിൽക്കട്ടെ, കാരണം ആ പാറ്റേൺ കാരണം നമുക്ക് കുഴപ്പങ്ങളില്ല. അത് കഴിഞ്ഞൊരു സാധനമുണ്ട്, ഇവരുടെ പഴയ ലൈഫ് സ്റ്റൈല്, പഴയ ക്യാരക്ടറൊക്കെ മാറുന്നു. ഓക്കെ അല്ല, പക്ഷേ ഇതിൽ പലരും അവരുടെ ആ പഴയ അക്കൗണ്ടുകൾ കളയാൻ തയ്യാറല്ല. ഇവർക്ക് അവരുടെ ആ പഴയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ, അവരുടെ പഴയ യൂട്യൂബ് ചാനൽസ്,
പലരുടെ ഓൺലി ഫാൻസ് അക്കൗണ്ട് തന്നെ കളയാൻ അവർക്ക് മടിയാണ്. അവരതെല്ലാം വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് പറയും ഞാൻ ഇന്ന് തൊട്ട് ദൈവവിശ്വാസിയാണ്, ഞാനിന്ന് അതാണ് ഇതാണെന്നും പറഞ്ഞ് അവരുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവർ നല്ല രീതിക്ക് അവരുടെ ഇപ്പോഴത്തെ ജീവിതം അവിടെ പങ്കുവയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ ഒന്ന് രണ്ട് റീൽസ് അപ്ലോഡ് ചെയ്യും, ഞാൻ പണ്ട് ഓൺലി ഫാൻസിലുള്ള ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന പിള്ളേരെല്ലാം ഇവരുടെ ഓൺലി ഫാൻസ് തപ്പി പോകും. വീണ്ടും അവരാ ഫോൺ കണ്ടാൽ പിള്ളേരെല്ലാം ഫോണിലേക്ക് പോകും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ ലൈഫിലൂടെ കടന്നു പോകുന്ന മറ്റ് പെൺകുട്ടികൾക്കും മറ്റ് യുവാക്കൾക്കും ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത്. നല്ല കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ എത്തിപ്പെടുന്ന ഭൂരിഭാഗം ചെറുപ്പക്കാരും ചെയ്യുന്നത് ഇവരുടെയൊക്കെ പഴയ പോൺ വീഡിയോസ് കാണുക എന്നത് മാത്രമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാനൊരു സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇത് പറയുന്നത് തോന്നുവാണെങ്കിൽ ഗായ്സ്, ഞാനങ്ങനെ ഒരിക്കലല്ല പറയണം. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ഒരു അഡൾട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തവരാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ റിലീജിയസ് ആകുകയോ റിലീജിയസ് അല്ലാതെയോ നിങ്ങൾ നല്ലൊരു വഴിയിലേക്ക് മാറി, നിങ്ങളതൊക്കെ മറന്ന് റിഗ്രറ്റ് ചെയ്തു. പക്ഷേ നിങ്ങളത് ഒരിക്കലും വീണ്ടും വന്നിട്ട് നിങ്ങളുടെ പഴയ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയായിരുന്നു എന്ന് ഒരു പബ്ലിക്കിനോട് പറയുന്നത്ര ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഈ പണ്ട് ഈ പണി ചെയ്തുകൊണ്ടിരുന്നവരാണെന്ന് അറിയാവുന്നിടത്ത് പോയിട്ട് ഞാൻ പണ്ട് ഇതായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയാണെന്ന് പറയാം, കൂൾ. പക്ഷേ ഈ ഒരു ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ പോലെ ഒരുപാട് കുട്ടികൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് യങ് അഡൾട്ട്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാർ അഡൾട്ട്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ഓൺലി ഫാൻസ് അക്കൗണ്ട് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വന്ന് കാണുന്നൊരു 5 മില്യൺ വ്യൂസ് കിട്ടുന്ന റീലാണെങ്കിൽ അതിലൊരു 1 മില്യണും കുട്ടികളൊക്കെ ആയിരിക്കും. ഓക്കെ, അവരാ നിങ്ങളുടെ ഓൺലി ഫാൻസ് തപ്പി കണ്ടുപിടിച്ച് അവരത് വീണ്ടും കാണുകയാണ്. സോ നിങ്ങളിവിടെ 100 പേരെ നന്നാക്കി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും 10,000 പിള്ളേർ നിങ്ങളുടെ ഫോൺ വീണ്ടും കാണുവാണ് പോയിരുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്നല്ല, മാക്സിമം നിങ്ങൾ നിങ്ങളുടെ പഴയ ലൈഫ് സ്റ്റൈൽ മെൻഷൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കുക, നല്ല മെസ്സേജസ് ഫോർവേഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പഴയ ആയിട്ടുള്ള ഓൺലി ഫാൻസ് അക്കൗണ്ട് കളയുക, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ കളയുക, യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ കളയുക. അങ്ങനെ കളഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ മറ്റുള്ളവരിങ്ങനെ അവരുടെ സൈറ്റ്സിലൊക്കെ അപ്ലോഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തക്കതായ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പുതിയ ലൈഫിൽ നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെയുള്ള കണ്ടൻസിനെതിരായിട്ട് സംസാരിക്കുക. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ കണ്ടൻസിൻ്റെ അകത്ത് ഞാൻ അങ്ങനെ ആയിരുന്നെന്ന് മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, കാരണം നിങ്ങളൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോഴാണ് അവർ നിങ്ങൾ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി തിരിച്ച് നിങ്ങളുടെ പാസ്റ്റിലേക്ക് ഡിഗ് ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾ ചിലപ്പോൾ 100 കണ്ടൻറ്റിൽ നല്ല കാര്യം പറഞ്ഞെങ്കിലും ആ 100 കണ്ടൻറ്റിൻ്റെ കമൻറ്റ് സെക്ഷനിലും പിള്ളേർ വന്ന് തപ്പുന്നത് നിങ്ങളുടെ പഴയ ലിങ്കുകളിൽ നിങ്ങളുടെ പഴയ പ്രൊഫൈലിലേക്കും തന്നെ ആയിരിക്കും. സോ നിങ്ങൾ 100 പേർക്ക് അവിടെ നല്ല മെസ്സേജ് കൊടുത്ത് 100 യുവാക്കളെ മറ്റേ ഓൺലി ഫാൻസ് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് നല്ലതിലേക്ക് മാറ്റുമ്പോഴത്തേക്കും അവിടെ വേറെ 2000-3000 ആൺപിള്ളേർ തിരിച്ച് ഓൺലി ഫാൻസിലേക്ക് അല്ലെങ്കിൽ 2000-3000 പെൺകുട്ടികൾ നിങ്ങളുടെ ഓൺലി ഫാൻസിലേക്ക് തിരിച്ചു പോവുകയാണ് കാണാൻ വേണ്ടി. സോ ഒരു സമയം നിങ്ങൾ ഒരു 40% നന്മയും 60% തിന്മയുമാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പോവാതിരിക്കണം, നല്ല പോകണം. ആ കൂടെ തന്നെ നിങ്ങളുടെ പഴയ ആ ഒരു ലൈഫിൽ ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ട്സ് പ്രൊഫൈൽസൊക്കെ കളയുക. പിന്നെ അങ്ങനെ കളഞ്ഞിട്ടും പോകുന്നില്ലെന്നുണ്ടെങ്കിൽ, അങ്ങനെ പോവാതെ മറ്റ് സൈറ്റ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് മെൻഷൻ ചെയ്യാതിരിക്കുക. യൂത്തിനോട് മാക്സിമം മെൻഷൻ ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം ഈ ഒരു സെയിം പാറ്റേൺ ഞാൻ കുറേ ഇടത്ത് കണ്ടിട്ടുണ്ട്. കാരണം ഈ വീഡിയോസൊക്കെ വളരെ ഐ ഓപ്പണിംഗ് ആണ്, സംബന്ധിച്ചു വളരെ ഐ ഓപ്പണിംഗ് ആണ്, വളരെ എന്താ പറയുക, വളരെ നല്ല രീതിക്കാണ് എടുത്തിരിക്കുന്നത് അവരുടെ പുതിയ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ. പക്ഷേ അതിലൊക്കെ മെൻഷൻ ഇവർ ചെയ്യുന്നുണ്ട് അവരുടെ പഴയ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്. സോ ഭൂരിഭാഗം വ്യൂവേഴ്സ് അവരുടെ പഴയ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് തോന്നി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ കളയാൻ തീർച്ചയായിട്ടും റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നും ഇതുപോലെ ഈ തെറ്റിൻ്റെ വഴിയിൽ നിന്ന് നന്മയിലേക്ക് പോകുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഒരു ചെറിയൊരു ടിപ്പ് പറയണമെന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. ഒരിക്കലും ആരെ അപമാനിക്കാനോ ആരെ വിഷമിക്കാനോ ചെയ്യുന്ന വീഡിയോ അല്ല. ഓക്കെ.